പ്രവേശനോത്സവ ദിനത്തിൽ കെട്ടിടം തകർന്നു വീണ അട്ടക്കുളങ്ങര ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സന്തോഷ് പരിശോധന നടത്തുകയാണ്. അപകടവുമായി ബന്ധപ്പെട്ട വസ്തുതാന്വേഷണ റിപ്പോർട്ട് DDE മന്ത്രിക്ക് കൈമാറി. കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സൗന്ദര്യ സജു വിവരങ്ങളുമായി ചേരുകയാണ്. സൗന്ദര്യ, പ്രവേശനോത്സവ ദിവസം തന്നെ സംസ്ഥാനത്തെ ഒരു സ്കൂളിന്റെ കെട്ടിടം തകർന്നു വീഴുക എന്ന് പറയുന്നത് അപമാനകരമാണ്. അതുമായി ബന്ധപ്പെട്ട് കെട്ടിടത്തിന്റെ കാലപ്പഴക്കമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. സന്ദർശനത്തിൽ ആരൊക്കെ? മധു, അട്ടക്കുളങ്ങര സ്കൂളിന്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഇന്നലെ അപകടമുണ്ടായ കെട്ടിടത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതായി കാണുന്ന കെട്ടിടമാണ് ഇന്നലെ വൈകുന്നേരം, അതിന്റെ മേൽക്കൂരയാണ് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 5:10 തകർന്നു വീണത്. ഇന്ന് രാവിലെ എന്തായാലും സമഗ്രമായ ഒരു പരിശോധനയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് സ്കൂളിൽ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഇവിടെ ഇന്ന് എത്തിയത് വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഇവിടെ എത്തി, സന്തോഷ്. അദ്ദേഹം ഇവിടെ എത്തി പരിശോധന നടത്തി. അതുപോലെ തന്നെ തകർന്നു വീണ കെട്ടിടം സന്ദർശിച്ചു. സ്കൂളിലെ മറ്റ് അധികൃതർ, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അദ്ദേഹം നിലവിൽ മടങ്ങിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറും അല്പസമയം മുൻപ് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹവും ഇത് പരിശോധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനോടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് മറ്റ് നടപടികൾ സ്വീകരിക്കും എന്നുള്ള കാര്യമാണ് ബാലാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാധു സൂചിപ്പിച്ചതുപോലെ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് നിലവിൽ ഇപ്പോൾ മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാനുള്ള പ്രാഥമിക കാരണമായി കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മാധു ഈ റിപ്പോർട്ടിൽ എന്തായാലും സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി കെട്ടിടത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മാധു, ഇത് ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്. 2025 ഈ കെട്ടിടം SSKക്ക് കൈമാറുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ കാണാം, 2025 SSKക്ക് ഈ കെട്ടിടം കൈമാറിയ സമയത്ത് ഇത് വളരെ വലിയ തുക കൊടുത്ത് ഇതേപോലെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ കെട്ടിടത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഛായ മാറ്റുകയും ഒക്കെ തന്നെയും ചെയ്തിട്ടുണ്ട്. അന്ന് 16/7/2025 മന്ത്രി, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടിയാണ് SSKക്ക് ഈ കെട്ടിടം കൈമാറിയ സമയത്ത് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മറ്റും നിർവഹിച്ചത്. പക്ഷേ അന്നും ഈ പട്ടികയും കഴുക്കോലും ഒന്നും മാറിയിരുന്നില്ല എന്നുള്ളതാണ് മാധു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കെട്ടിടം ഒരു പൈതൃക കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മൊത്തത്തിലുള്ള പെയിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തി എന്നല്ലാതെ ഇതിന്റെ പട്ടികയും കഴുക്കോലും ഒന്നും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അന്ന് ഓടിറക്കി വീണ്ടും ഓട് കയറ്റുകയൊക്കെ തന്നെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് 1.25 കോടി രൂപ ചിലവഴിച്ചാണ് സാന്ത്വന ഈ പൈതൃക കെട്ടിടം നവീകരിച്ചത്. സ്വാഭാവികമായും ഓട് അടക്കമുള്ള കാര്യങ്ങൾ മാറ്റുമ്പോൾ മേൽക്കൂരയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, അത് ദുർബലമാണോ എന്നതടക്കം പരിശോധിക്കുമെന്നൊക്കെയാണ് നമ്മളൊക്കെ വിചാരിക്കുക സ്വാഭാവികമായും. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. വലിയ ആഘോഷത്തോടു കൂടിയുള്ള കൈമാറ്റമൊക്കെയാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ മേൽക്കൂര അടക്കം തകർന്നു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടമാണ്. പക്ഷെ അത് നവീകരിച്ച് 2020 കൈമാറുമ്പോൾ 1.25 കോടി രൂപ ചെലവിട്ടാണ് ആ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. അതാണിപ്പോൾ നിലം പൊത്തിക്കിടക്കുന്നത്.